കലാസ്നേഹികളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രശസ്ത കാഥികരും എൻ്റെ ഗുരുനാഥന്മാരുമായ ശ്രീ സൂരജ് സത്യൻ സാറിൻ്റെയും ശ്രീ ഇടക്കുറ്റി സലീംകുമാർ സാറിൻ്റെയും അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ആദ്യമേ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ഹാർമോണിയം മിത്രനാഥ്, തബല സഫിൻ മെൻഡസ്, ടൈമിംഗ് ദിൽജിത് രാജേഷ്. അറിവിന്റെ ആദ്യപാഠം മുതൽ വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന സ്ഥാനം വരെ അഭ്യസിക്കുന്ന ഒരു തലമുറയുടെ കൈകളിലാണ് മതേതര രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാവി. എന്നാൽ നമ്മുടെ നാടും വീടും ചുറ്റുപാടുകളുമായി യാതൊരുവിധ പഠനവും നിരീക്ഷണവും തിരിച്ചറിവുമില്ലാതെ ഒരു തലമുറ വളരുകയാണ്. അവർ ശക്തമായ നീരൊഴുക്കിലകപ്പെട്ട പാഴ്മര കഷ്ണങ്ങളായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മാതൃപിതൃ ഗുരുഭക്തിയൊന്നുമില്ലാതെ ആരുടെയോ പ്രേരണയിൽ വശംവദരായി ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അസന്മാർഗികവും അനാശാസ്യവുമായ പ്രവർത്തനങ്ങളുടെ വക്താക്കളായി മാറുന്ന ദയനീയ കാഴ്ച നമ്മെ വേദനിപ്പിക്കുമ്പോൾ അതിജീവനത്തിന്റെ നാൾവഴികൾ പിന്നിട്ട ശോകസങ്കുലമായ ഒരു കഥയ്ക്ക് ഞാൻ നാമി കുറിക്കുന്നു. ഒരു കൊളംബിയൻ മിറാക്കിൾ. മാനവ ജീവിത വഴികളിലെന്നും കാഴ്ചക്കാരായി നിൽക്കാതെ നാടിൻ ഭാവി രചിക്കും പുലരിപ്പൂവുകളായവർ വിടരട്ടെ, പൂവുകളായവർ വിടരട്ടെ. ഈ കഥയുടെ പശ്ചാത്തലം തെക്കേ അമേരിക്കയിലാണ്. അവിടെ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ആരണ്യക ഭൂമിയുണ്ട്, ആമസോൺ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 2 ഇരട്ടി വലുപ്പമാണ് ഈ കാടിനുള്ളത്. ഷാഗ്വരടക്കമുള്ള നിരവധി മൃഗങ്ങൾ, ഉഗ്രവിഷമുള്ള മൃഗങ്ങൾ, ഇലക്ട്രിക് നടക്കുന്ന മരം, മാംസഭോജനങ്ങളായ പൂക്കൾ, തിളച്ചു മറിയുന്ന നദി, ഈ വ്യത്യസ്തതയെല്ലാമുള്ള ഒരു കാട്ടുപ്രദേശം. മറ്റൊരു പ്രത്യേകത സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ താഴെ പതിക്കൂ എന്നുള്ളതാണ്. മഴ പെയ്താൽ തന്നെ ജലത്തുള്ളികൾ താഴെ എത്തണമെങ്കിൽ മിനിമം 10 മിനിറ്റ്. ഗോത്രവർഗക്കാരില്ല. അക്കൂട്ടത്തിൽ കുട്ടോട്ടോ എന്നൊരു ഗോത്രവിഭാഗമുണ്ട്. പരിഷ്കൃത മനുഷ്യരെ പോലെ ഇത്തിരി വെടിപ്പും വസ്ത്രധാരണവും ഒക്കെ ഉള്ളതാണ്. ആ വിഭാഗത്തിൽ ഏറിയ ഭാഗവും പുരുഷന്മാർ ഗറില്ല പ്രവർത്തകരാണ്. അത്തരമൊരു ഗറില്ല സംഘത്തിൽപ്പെട്ട ഒരു 40 വയസ്സുകാരനാണ് മാനുവൽ. ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് അയാൾ ഒടുവിലാണ്. 2023 മെയ് 1-ാം തീയതിയത്തെ ഒരു പ്രഭാതവേള മഗ്ദലന എന്ന സ്ത്രീക്ക് ഭർത്താവ് മാനുവലിന്റെ ഒരു ഫോൺ കോൾ. 37-കാരിയായ അവർ 4 മക്കളുടെ അമ്മയാണ്. അവർ ആ ഫോണിൽ ചിരിച്ചെടുത്തു. വൈകാതെ പ്രിയ സഖി യാത്രയാകൂ, മക്കളെ ചേർത്തു നീ യാത്രയാകൂ, നിയമത്തിൻ കണ്ണുകൾ പതിയുന്നതിൻ മുൻപേ വന്നിടൂ മത്സഖി. നഗരത്തിലേക്ക് ചെല്ലുവാൻ ക്ഷണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ തങ്ങൾക്ക് ഒരു ആപത്തും പറ്റാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ക്ഷണം മോളെ ലെസ്ലി, മമ്മ എന്താ മമ്മ? 13 വയസ്സുള്ള ഒരു പെണ്ണ്, മാനുവലിന്റെയും മഗ്ദലനയുടെയും മൂത്ത മകളാണ്. നീ എന്തെടുത്തോ അവിടെ? മമ്മ, ഞാനവിടെ ഭാവിയുടെ അടുത്തുണ്ട്. നിന്റെ ലേനങ്ങൾ എവിടെ? അവരെവിടെയുണ്ട് മമ്മ? ലെസ്ലി, മോളൊരു കാര്യം ചെയ്യും. നീ കുഞ്ഞിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾ 3 പേരും വേഗം ഒരുങ്ങും. ഒട്ടും വൈകാതെ അവർ ഒഴിഞ്ഞുപോയി. അമ്മ ഇളയവനെ വസ്ത്രം ഒഴിച്ചു. മമ്മ, എന്താ ഇത്ര വേഗത്തിൽ? നമ്മൾ എവിടെ പോകുന്നു? മോളെ, ഡാഡിയുടെ ഫോൺ വന്നിരിക്കുന്നു. വേഗം നഗരത്തിലെത്താൻ
വേഗമെത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആകാശമാർഗമുള്ള സഞ്ചാരം. വിമാനങ്ങൾ യാത്രക്കരിൽ കിടക്കുകയാണ്. അവൾ കണ്ടു 5-8 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു പ്ലെയിൻ, സെസ്ന 206. അമ്മയും മക്കളും ആ വിമാനത്തിൽ കയറി. ആ വീട് യാത്ര 2 പൈലറ്റും ആ അമ്മയും 4 മക്കളും. ആ വിമാനം പറന്നുയർന്നു. ആദ്യ യാത്രയിൽ മക്കളോടൊത്ത് സഞ്ചരിക്കുന്നു വന്ദന. ആ വിമാനം ആമസോൺ കാടുകൾക്കുള്ളിലൂടെയാണ് പെട്ടെന്ന് കൺട്രോൾ ടവർ ഒരു സന്ദേശം എത്തിയിരിക്കുന്നു. സെസ്ന 206 വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ട്. നിമിഷങ്ങൾക്ക് ശേഷം ആ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനം കാണാതായ വിവരം നാടറിഞ്ഞു, ലോകമറിഞ്ഞു. കൊളംബിയൻ ഭരണാധികാരിയുടെ ചെവിയിൽ വെച്ചു. അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു. Rescue operation started very soon. Don't be late at all. രക്ഷാപ്രവർത്തകർ സജ്ജരായി, സായുധ സേനയും സന്നദ്ധരായി. മാപ്പുറ കാടിനകം ഒരു പ്രേതത്തുരുത്തുപോൽ മിന്നി. കൊളംബിയൻ ആർമിയുടെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട നൂറുകൾ കൂടെ കാട്ടിലേക്ക് കടന്നു. പകൽ സമയത്ത് പോലും ശക്തമായ മഴയും ഉടൻ. 2 ആഴ്ച നീണ്ടു. അന്വേഷണത്തിന് യാതൊരു പുരോഗതിയുമില്ല. ആർമി 2ാമത്തെ ദൗത്യവും ആരംഭിച്ചു. ബെൽജിയൻ ഷെപ്പേർഡ് നായകളും നാവികസേനയും കരസേനയും 200-ലേറെ ഗോത്രമനുഷ്യരും തീവ്ര പരിശോധനയിലേർപ്പെട്ടു. ആ ദൗത്യത്തിന് ഫലമുണ്ടായി. നടുക്കത്തോടെ അവർ ആ കാഴ്ച കണ്ടു. കാട്ടുമരത്തിന്റെ ചുവട്ടിൽ മുഖം കുത്തി താഴെ പതിച്ചു കിടക്കുന്നു സെസ്ന. കണ്ണുകൾ കൂർപ്പിച്ച് തിരയുകയാണവർ. കണ്ടു ഉൾക്കളരിച്ചഴുത്തിയ ദേഹങ്ങൾ. ചുണ്ടുകൊത്തി ചിറപൊടിഞ്ഞ പക്ഷിയെ പോലെ ആ വിമാനം നിലംപതിച്ചു കിടക്കുന്നു. അതിനകത്തെ കാഴ്ച കണ്ടവരെല്ലാം അമ്പരന്ന് നിന്നു. പൈലറ്റിനെയും സഹായിയുടെയും ആ അമ്മയുടെയും മൃതദേഹം. പക്ഷെ ആ 4 കുഞ്ഞുങ്ങൾ അതിനകത്ത് കാണാനില്ല. സൈനികർ അവകാശത്തേക്ക് കൈകളുയർത്തി. ഓ ഗോഡ്, ഇവരെവിടെ? ഇവർക്ക് എന്ത് പറ്റി? അവർ ജീവിച്ചിരിപ്പുണ്ടോ? അതോ കാട്ടുമൃഗങ്ങൾ അവരെ കടിച്ചു കീറി തിന്നാം? അന്വേഷണ സംഘം താഴേക്ക് വന്നു. വിമാനം താഴെ പതിച്ചപ്പോൾ അവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. വിശദമായ അന്വേഷണത്തിൽ സേനയുടെ ലീഡർ കൂടെയുള്ളവരെ പറഞ്ഞു. നിൽക്ക്, 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 നിൽക്ക്. അവർ ജീവിച്ചിരിക്കുന്നു. ആ കുഞ്ഞുമക്കൾ ജീവിച്ചിരിക്കുന്നു. ചെറിയ കത്രിക, പാതികടിച്ച പഴം, തലയിടുന്ന ഹെയർ ബാൻഡ്, 4 വയസ്സുകാരന്റെ ഷൂസ്. അവർ ഈ വഴി തന്നെയുണ്ട്. അതിജീവനത്തിന്റെ അടരുകൾ സന്ദേശങ്ങൾ നാലുപാട് പാടി. ഹെലികോപ്റ്ററുകൾ കലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. അതിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ താഴെ ഇട്ടുകൊടുത്തു. കുടിവെള്ളം വിതറി. അതിജീവിക്കുന്നതിനായി ചെറിയ ചെറിയ കുറിപ്പുകൾ താഴെ ഇട്ടുകൊടുത്തു. രക്ഷകരെത്തുന്നതുവരെ കാത്തിരിക്കുക, മക്കളെ, നിങ്ങൾ സുരക്ഷിതരായിരിക്കുക തുടങ്ങിയ ശബ്ദ സന്ദേശങ്ങൾ ഇടയ്ക്കിടെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ക്ഷീണിച്ചവശനായ ദൗത്യസേന 40ാമത്തെ ദിവസം അത്ഭുതകരമായ കാഴ്ച കണ്ടു. മരക്കൊമ്പുകൾ കൊണ്ടുണ്ടാക്കി ഒരു കുഞ്ഞുശം. അതിനകത്ത് പിഞ്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് 2 സഹോദരങ്ങളെയും കൈകളാൽ കൂട്ടിപ്പിടിച്ചു. ആ 13-കാരൻ അവരുടെ കണ്ണ് നിറഞ്ഞു. മക്കളെ, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഇനി മരണമില്ല.
ആ കുഞ്ഞുങ്ങളെ സാന്റ് ജോസ് ആശുപത്രിയിൽ എത്തിച്ചു. ഹോസ്പിറ്റൽ പരിചരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ആ മൂത്ത കുട്ടിയുടെ അരികിലെത്തി. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവൾ ആരൊക്കെ അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവനായി പോരാടിയ 4 കുരുന്നുകളുടെ സങ്കടകഥ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് ആ കുരുന്നുകൾ എഴുതി ചേർത്ത കഥയായി മാറി. പ്രിയരെ, നമ്മുടെ നാട്ടിൽ ദിനംപ്രതി എന്നോണം മുങ്ങിമരണം നടന്നുകൊണ്ടിരിക്കുന്നു. അറിവില്ലായ്മ കൊണ്ടാണ്. മരണപ്പാച്ചിൽ നടത്തി എത്ര യുവാക്കൾ റോഡപകടത്തിൽ പൊലിയുന്നു. അറിവില്ലായ്മയാണ് കാരണം. പ്രളയം നാടിനെ സമുദ്രമാക്കിയപ്പോൾ രക്ഷപ്പെടാൻ നിൽക്കാതെ കൈകാലിൽ തടിച്ചു കറിഞ്ഞ വരുത്തപ്പോൾ ആ ബുദ്ധിശൂന്യതയ്ക്ക് കാരണമെന്ത്? കോവിഡ് മഹാമാരി ലോകത്തെ അടച്ചു കൂട്ടിയപ്പോൾ പുറത്തിറങ്ങി ദുരന്തം വിരച്ചവരെത്തി. വിവേകമില്ലാഞ്ഞിട്ടാണ്. പ്രതിസന്ധികൾ അതിജീവിച്ച് കാടിനകത്ത് എങ്ങനെ ജീവിക്കാമെന്നതിന്റെ അനുഭവ പാഠമാണ് ഈ കുരുന്നുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്. നാം ഇതുവരെ കേട്ട അതിജീവന കഥകളെ ഭേദിക്കുന്ന ഈ നൊമ്പര കഥ അവരവരുടെ ചുറ്റുപാടുകൾ അറിഞ്ഞ് ജീവിക്കുക എന്നതാണ് നമുക്ക് തരുന്ന പാഠം. വികസിത രാജ്യങ്ങളിലെ പ്രായപൂർത്തിയായ ഒരാളെക്കാൾ അറിവ് കാട്ടുവാസിയായ ഈ 13-കാരി കുഞ്ഞിനുണ്ട് എന്നത് ഈ പുതിയ കാല സാഹചര്യത്തിൽ മഹാത്ഭുതം. തിരിച്ചറിവ് ഒരു ലോക പാഠമാണ്. അവിടെ പൂർണ്ണമാകുന്നു ഒരു കൊളംബിയൻ മിറാക്കിൾ.